അദാനിയുടെ ഊർജ പദ്ധതിക്കായി അതിർത്തി രക്ഷാ നിയമങ്ങൾ ഇളവ് ചെയ്തു. റിപ്പോർട്ടുമായി ബ്രിട്ടീഷ് പത്രം. ഓഹോ, അപ്പൊ ഈ നാട്ടിലെ നിയമങ്ങളൊക്കെ ഇളവ് ചെയ്ത് കൊടുക്കാൻ പറ്റും അല്ലേ കേന്ദ്ര സർക്കാർ? വയനാട്ടിൽ നൂറുകണക്കിന് ആളുകളെ കാണാതായ ദുരന്തത്തിന് ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കാൻ സമയത്ത് മാത്രമേ അയ്യോ നിയമം മാറ്റാൻ പറ്റൂല എന്ന് വാശി പിടിക്കാൻ പറ്റുള്ളൂ. അതും നിയമം അനുശാസിക്കുന്ന പോലെ ഒരു സഹായം കിട്ടാൻ വേണ്ടി പോലും. ഇത് ഇന്നും ഇന്നലെയൊന്നും തുടങ്ങിയല്ല. ഇങ്ങനെ ഓപ്പണായിട്ട് പാട്ടും പാടി ഇളവ് ചെയ്ത് കൊടുക്കുന്നത് ആദ്യത്തെ സംഭവമായിരിക്കും. ഇതിനു മുമ്പ് പൂട്ടിക്കൽ മോഡിൽ പല കാര്യങ്ങളിലും മോദിയുടെ മച്ചാനായ അദാനിക്ക് ഇളവുകൾ കൊടുത്തിട്ടുണ്ട്. ഇതുവരെ പ്രത്യേകിച്ച് കാര്യമില്ലാതെ പൂട്ടിച്ച പൊതുമേഖലാ സ്ഥാപനങ്ങൾ മാത്രം എടുത്താൽ മതി. അതിനകത്ത് എയർപോർട്ട്, സീപോർട്ട്, ബാങ്ക്, ഇൻഷുറൻസ് കമ്പനി എന്നിങ്ങനെ സാധാരണ മനുഷ്യർക്ക് ആവശ്യമുള്ള എല്ലാ സ്ഥാപനങ്ങളും ഇപ്പം അളിയന്മാരുടെയും മച്ചമ്പിമാരുടെയും കയ്യിൽ സേഫാണ്. അങ്ങനെ ഒരു സ്നേഹം ഒരു സൈഡിൽ, അത് പോരാഞ്ഞിട്ടാണ് ഈ ഇളവും കൂടെ. ഇപ്പം പൂട്ടിച്ച സ്ഥാപനങ്ങളല്ലാതെ പൂട്ടലിൻ്റെ വക്കിലെത്തി നിൽക്കുന്ന സ്ഥാപനങ്ങൾ വേറെയുണ്ട്. HLL, BSNL സിമ്മുകാരൊക്കെ പോർട്ട് ചെയ്യാൻ റെഡി ആയിക്കോ കേട്ടോ. അല്ലാതെ പൂട്ടാൻ വേണ്ടി പൂട്ടും താക്കോലും കൊണ്ട് വന്നപ്പോൾ ഇനി അന്നേരം നമ്മൾ നോക്കിക്കോളാം എന്നും പറഞ്ഞ് കേരളം വാങ്ങി ഇപ്പം ബ്ലോക്ക് ബസ്റ്ററായി 100 കോടി ക്ലബ്ബിൽ കയറിയ സ്ഥാപനങ്ങളാണ് KPPLും വിമലും ഒക്കെ. ഇങ്ങനെയൊക്കെ സഹായം ചെയ്ത് മതിയാവാഞ്ഞിട്ടാണ് ഇപ്പം നിയമത്തിലും കൂടെ ഇളവ് ചെയ്ത് കൊടുക്കുന്നത്. ജനിക്കണമെങ്കിൽ മോദിജിയുടെ ഫ്രണ്ട്സായിട്ട് ജനിക്കണം. നോക്കിയിരുന്നാൽ ഒരു രാജ്യം തന്നെ എഴുതി കിട്ടും ചിലപ്പോൾ.